ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച. സുഭാഷിതങ്ങൾ ശ്രവിച്ചും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ സ്റ്റെഫാനസിൻ്റെ പ്രസംഗം അതിൻ്റെ തുടർച്ച ശ്രവിച്ചും നാം ദൈവത്തെ ഇന്ന് മഹത്വപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം ഈ എളിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന നിങ്ങളെ യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഇന്ന് സുഭാഷിതങ്ങൾ 8-ാം അധ്യായം ജ്ഞാനം ദൈവദാനം എന്ന ഭാഗവും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം തുടർച്ച, അത് ഇന്നും നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കില്ല, കുറച്ച് ദീർഘമായതായതുകൊണ്ട് 17 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് 7-ാം അധ്യായത്തിലെ 17 മുതൽ 38 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് ശ്രവിക്കാം. ദൈവം നിങ്ങളുടെ നിയമങ്ങൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യാശയുള്ളവരായിരിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഇന്നത്തെ വചനശ്രവണത്തിലേക്ക് പ്രവേശിക്കാം. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം ജ്ഞാനം ദൈവദാനം. ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവ് ഉച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ? വീഥികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു. നഗരകവാടത്തിൽ വാതിലിനരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്, നിങ്ങളെല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ, വകതിരിവ് പഠിക്കുവിൻ. ഭോഷരെ, ശ്രദ്ധിക്കുവിൻ, കേൾക്കുവിൻ. ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അധരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും. ഞാൻ സത്യം വചിക്കും. തിന്മ എൻ്റെ അധരങ്ങൾക്ക് അരോചകമാണ്. എൻ്റെ വാക്കുകൾ നീതിയുക്തമാണ്. വളച്ചൊടിച്ചതോ വക്രമമായി ഒന്നും അതിലില്ല. ഗ്രഹിക്കുവാനവന് അത് ഋജുവാണ്. അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും. എൻ്റെ പ്രബോധനം വെള്ളിക്കു പകരവും എൻ്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ്. എന്തെന്നാൽ ജ്ഞാനം രത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ. നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല. ജ്ഞാനമാണ് ഞാൻ. എൻ്റെ വാസം വിവേകത്തിലൂടെയും വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. ജ്ഞാനമാണ് ഞാൻ. എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്. അറിവും ശക്തിയും എൻ്റേതാണ്. രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ്. ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു. പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതശൃംഗവും
പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ആകയാൽ മക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവൻ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായിത്തീരുവിൻ, അതിനെ അവഗണിക്കരുത്. എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നും 7-ാം അധ്യായത്തിൻ്റെ കുറച്ചു ഭാഗം ഇന്ന് നമുക്ക് ശ്രവിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രഹാത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാകാറായപ്പോൾ ഈജിപ്തിൽ ജനം വളർന്നു വരികി. അവസാനം ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. അവൻ നമ്മുടെ വംശത്തെ വഞ്ചിച്ചുകൊണ്ട് പിതാക്കന്മാരോട് ക്രൂരമായി പെരുമാറി. ശിശുക്കൾ ജീവിക്കാതിരിക്കാൻ അവരെ പുറത്തെറിഞ്ഞു കളയുന്നതിന് നിർബന്ധിച്ചു. ഈ കാലത്ത് മോശ ജനിച്ചു. അവൻ ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു. 3 മാസത്തോളം പിതൃഭവനത്തിൽ അവൻ വളർന്നു. പുറത്തെറിയപ്പെട്ട അവനെ ഫറവോയുടെ പുത്രിയെടുത്ത് സ്വന്തം മകനായി വളർത്തി. ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി. വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു. അവന് 40 വയസ്സ് തികഞ്ഞപ്പോൾ അവൻ്റെ സഹോദരരായ ഇസ്രായേൽ മക്കളെ സന്ദർശിക്കാൻ അവൻ അഭിലഷിച്ചു. അവരിൽ ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് അവൻ സഹായത്തിനെത്തി ഈജിപ്തുകാരെ അടിച്ചു വീഴ്ത്തി. ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. ദൈവം അവരെ താൻ മുഖാന്തരം മോചിപ്പിക്കുമെന്ന് സഹോദരർ മനസ്സിലാക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവർ അത് മനസ്സിലാക്കിയില്ല. അടുത്ത ദിവസം അവർ ശണ്ട കൂടിക്കൊണ്ടിരിക്കെ അവൻ അവരുടെ അടുത്ത് ചെല്ലാനിടയായി. അവരെ അനുരഞ്ജിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞു, നിങ്ങൾ സഹോദരന്മാരാണ്, എന്തിനു പരസ്പരം ദ്രോഹിക്കുന്നു? അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മോശയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു? ഇന്നലെ ഈജിപ്തുകാരെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിൻ്റെ ഭാവം? ഇത് കേട്ട് മോശ മിദ്യാനിലേക്ക് ഓടിപ്പോയി അവിടെ പരദേശിയായി ജീവിച്ചു. അവിടെ വെച്ച് അവന് 2 പുത്രന്മാർ ജനിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. 29 വരെയുള്ള വചനങ്ങളെ നമുക്ക് ശ്രവിക്കുവാൻ സാധിച്ചുള്ളൂ. അടുത്ത ദിവസം ബാക്കി ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇത്രയും നിമിഷം എന്നോട് തായിരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സ്നേഹപൂർവ്വം.